പോരാട്ട ചൂട് നിറയുന്ന ഒരു മണ്ഡലം അമ്പലപ്പുഴയാണ്. ഇടത് സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA എച്ച് സലാമിനെതിരെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും എച്ച് സലാമിന്റെ രാഷ്ട്രീയ ഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന ജി സുധാകരൻ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. പക്ഷേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസിന്റെ പിന്തുണയേറിയതോടെ ഇതാ മണ്ഡലത്തിൽ പോരാട്ടം കനക്കാൻ പോകുന്നു. ചരിത്ര പോരാട്ടം എന്ന് തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞത്. അമ്പലപ്പുഴയിലെ ജനങ്ങൾ യഥാർത്ഥ വിധി എഴുതുമെന്ന് പക്ഷേ എച്ച് സലാമും വിശ്വസിക്കുന്നു. നമുക്ക് നേതാക്കളുടെ പ്രതികരണം കേൾക്കാം. തീർച്ചയായിട്ടും ഈ മത്സരം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒന്നാണ്. 15 തവണ MLAയും 2 തവണ മിനിസ്റ്ററുമായിട്ട് ഈ മണ്ഡലത്തിൽ പോയപ്പോഴും എങ്ങനെയാണോ എല്ലാവരോടും പെരുമാറിയത് അങ്ങനെ തന്നെയായിരിക്കും പെരുമാറുന്നത്. വികസന പ്രവർത്തനത്തിൽ യാതൊരു രാഷ്ട്രീയവുമില്ലാതെ തെളിയിച്ചത് ആ 15 വർഷമാണ്. അത് ഇനിയും അതിനേക്കാൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിലും പാർട്ടിയും ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാഷ്ട്രീയമായ ഒരു കാരണവും ഇതിനകത്തില്ല. അതിപ്പോഴും പറയാനേ ഇല്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാമെന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒരു രാഷ്ട്രീയ കാരണത്താൽ ഒരു മത്സരത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയാനോ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ യാതൊരു കാരണവും ഒരു ബേസും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി ഇന്ന് UDF അനുഭവിക്കുന്ന ഒരു പ്രയാസം. തനിക്ക് ആവശ്യമുള്ളപ്പോൾ മാധ്യമങ്ങളെ വിളിച്ചുപയോഗിക്കുകയും ഏതെങ്കിലും വസ്തുതാപരമായ വാർത്ത വരുമ്പോൾ തനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അതിനോട് ഇങ്ങനെ പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് ജനങ്ങൾ സ്വാഭാവികമായിട്ട് കാണുകയും വിലയിരുത്തുകയും ചെയ്യും. മനീഷ് മഹിബാലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. മനീഷ്, നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം CPM നടത്തിയ വിശദീകരണ യോഗത്തിന് തൊട്ടു മുൻപ് അവിടെ ഒരു പ്രവർത്തകൻ പറഞ്ഞ വാക്കുകളുണ്ട്. നമ്മുടെ ആദിൽ പാലോടുമായി സംസാരിച്ചപ്പോൾ പിണറായി വിജയൻ പോയാലും പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കും എന്നുള്ളതാണ് ആ പ്രവർത്തകൻ പറഞ്ഞത്. അത് വലിയ വൈറലായിരുന്നു. അത് തന്നെയാണ് അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ എന്നതാണ് എച്ച് സലാമിന്റെ ആത്മവിശ്വാസമല്ലേ. പക്ഷേ ജി സുധാകരൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എത്തുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടി വോട്ടുകളിൽ കുറച്ചു ഭാഗം വ്യക്തിപരമായ വോട്ടുകൾ ഇപ്പോഴിതാ UDFന്റെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ വലിയൊരു പോരാട്ടം എന്ന നിലയ്ക്ക് തന്നെ മാറുകയാണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള പോരാട്ടം. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ രണ്ടുപേരും ഹസ്തദാനം നടത്തുന്നതൊക്കെ കണ്ടു. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷേ മറുഭാഗത്ത് വാക്പോര്, അതിനപ്പുറമുള്ള വോട്ട് പോരൊക്കെ നടക്കുകയാണ്. മനീഷ്, വിനീത, ജി സുധാകരൻ വെറുമൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല ഇന്ന് അമ്പലപ്പുഴയിൽ. കാരണം UDFന്റെ എല്ലാ സംവിധാനങ്ങളും മുതൽ ജി സുധാകരന് വേണ്ടി പ്രവർത്തിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടി പ്രവർത്തകരുടെ വോട്ടുകൾ, അതായത് കേഡർ വോട്ടുകൾ, പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ, പാർട്ടി മെമ്പർമാരുടെ വോട്ടുകളൊക്കെ തന്നെ ജി സുധാകരന് പൂർണ്ണമായി ലഭിക്കുകയില്ല എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ സാധിക്കുകയില്ല. കാരണം പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു പ്രതികരണവും നിലവിൽ ജി സുധാകരൻ നടത്തിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ തന്നെ മൂന്നാമത് ജി സുധാകരൻ വരുന്നതിൽ സന്തോഷമെന്ന പ്രതികരണം തന്നെ ആദ്യം ജി സുധാകരൻ വലിയ രീതിയിൽ സമ്മർദ്ദം, കോൺഗ്രസ് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പിന്നീട് ജി സുധാകരൻ തിരുത്തിക്കൊണ്ട് നിലപാടെടുത്ത് മുന്നോട്ട് വന്നത്. പിന്നീട് നേരിട്ട് തന്നെ അമ്പലപ്പുഴയിലെ കോൺഗ്രസ് ഘടകം പിന്തുണ കാണിച്ചുകൊണ്ട് ജി സുധാകരനെ വീട്ടിലെത്തി കാണുകയും ചെയ്തത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ജി സുധാകരനെ സംബന്ധിച്ച് സംഘടനയുടെ എല്ലാ കാര്യങ്ങളെപ്പറ്റി, അമ്പലപ്പുഴയുടെ സംഘടനയുടെ എല്ലാ സംവിധാനങ്ങളെ കുറിച്ചും ഏറ്റവും വലിയ രീതിയിൽ അറിവുള്ള ആളാണ്. എത്ര ശതമാനത്തോളം ജാതി വോട്ടുകൾ, മത വോട്ടുകൾ, മതപണ്ഡിതന്മാർ എവിടെയൊക്കെ, എന്താണ് പാർട്ടിക്ക് ഏറ്റവും പ്രഹരമേൽക്കുന്ന സംഭവം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ള നേതാവാണ്. പക്ഷേ ജി സുധാകരനൊപ്പം മെഷീനറി ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം CPMനൊപ്പം നീങ്ങുന്ന അതേ മെഷീനറി കോൺഗ്രസിനോ UDFനോ ഉണ്ടാവുകയില്ല. അമ്പലപ്പുഴയെ സംബന്ധിച്ച് സാധാരണഘട്ടത്തിൽ 150 140 ബൂത്ത് കമ്മിറ്റികളാണ് അമ്പലപ്പുഴയിൽ CPMന് LDFന് ഉണ്ടാവുകയെങ്കിൽ ഇത്തവണ അത് 190 ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് വളരെ സജ്ജമായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നേരത്തെ കാലേക്കൂട്ടി തന്നെ LDF ആരംഭിച്ചിട്ടുണ്ട്. ജി സുധാകരൻ ഏതൊക്കെ കോണുകളിൽ എപ്പോഴൊക്കെ വോട്ടുകൾ തേടും, എവിടെയൊക്കെയാണ് വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന് പാർട്ടിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ജി സുധാകരനുമായി സഹകരിക്കുന്ന പ്രവർത്തനം ഏതെങ്കിലും ഒരു പാർട്ടി അംഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ആ പാർട്ടി അംഗത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള കർശന നടപടി എടുക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ, അതായത് ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടി അത് പ്രഖ്യാപിച്ചതാണ്. നിലവിൽ ജി സുധാകരനൊപ്പം പോയിട്ടുള്ളത് ജി സുധാകരന്റെ മുൻ ഡ്രൈവർ മാത്രമാണ്. അതായത് ഒരാൾ മാത്രമാണ് ജി സുധാകരനൊപ്പം അമ്പലപ്പുഴയിൽ നിന്നും പാർട്ടി വിട്ടുള്ള പാർട്ടി അംഗം. പക്ഷേ പാർട്ടി വോട്ടുകൾ പൂർണ്ണമായി ജി സുധാകരൻ ലഭിക്കുകയില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. പാർട്ടിക്കും കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു വർഷങ്ങൾക്ക് മുൻപേ തന്നെ ജി സുധാകരൻ പാർട്ടി വിടാൻ തീരുമാനിച്ച് UDF പാളയത്തിലെത്തി മത്സരിക്കാൻ തീരുമാനിച്ച വിവരം പാർട്ടി അറിഞ്ഞത് വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതൊരു സന്ദർഭത്തിൽ മത്സരിക്കാൻ താൻ സജ്ജനായാൽ എങ്ങനെ ഒരുക്കങ്ങൾ വേണമെന്നുള്ള കാര്യം ജി സുധാകരൻ നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ മണ്ഡലത്തിൽ നിലവിലൊരു പോസ്റ്ററോ ബാനറോ ചുവരെഴുത്തോ
ജി സുധാകരന്റെ പേരിൽ ഈ നിമിഷം വരെ ഉയർന്നിട്ടില്ല എന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ജി സുധാകരൻ ഒരു റോഡ് ഷോ അമ്പലപ്പുഴയിൽ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് 5 മണി കഴിഞ്ഞിട്ട് ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ജി സുധാകരന്റെ സംഘടനാ പ്രചരണ സംവിധാനങ്ങളൊക്കെ തന്നെ താളം തെറ്റിയ രീതിയിലാണെങ്കിൽ കൂടി തലമുതിർന്ന ഒരു നേതാവ്, സംഘടനയെ പറ്റി കൃത്യമായി അറിയാവുന്ന ഒരു നേതാവ്, വോട്ടുകൾ എങ്ങനെ ഭിന്നിപ്പിക്കണമെന്നും എങ്ങനെ വോട്ടുകൾ നേടണമെന്നും അറിയാവുന്ന ഒരു നേതാവിനെ വലിയ രീതിയിൽ തന്നെ ശത്രുവായി തന്നെ, അതായത് രാഷ്ട്രീയ എതിരാളിയെ തന്നെ CPM കാണുന്നുണ്ട്. അങ്ങനെ ശക്തമായ ഒരു മത്സരമാണ് അമ്പലപ്പുഴയിൽ നടക്കുന്നത്. പക്ഷേ അവിടെ CPM-ന്റെ സംഘടനാ സംവിധാനം ഒന്നാകെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. എച്ച് സലാമിന് വേണ്ടി പാർട്ടിയെ ചതിച്ചയാളെന്നാണ് ഇന്നിപ്പോൾ മന്ത്രി സജി ചെറിയാൻ വീണ്ടും ജി സുധാകരനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സകല ശക്തിയും ഉപയോഗിച്ച് CPM സംവിധാനം ഒന്നാകെ എച്ച് സലാമിന് വേണ്ടി ഇതാ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിൽ ബഹുദൂരം മുന്നിലാണ് എച്ച് സലാം എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ മനീഷ് പറഞ്ഞതുപോലെ ബാനറോ ഫ്ലക്സോ ഒന്നും ഉയർന്നിട്ടില്ല ജി സുധാകരന് വേണ്ടി. പക്ഷേ അദ്ദേഹത്തിന് അവിടെയുള്ള ജനസ്വാധീനം അതുതന്നെയാകും വലിയ കരുത്തായി മാറാൻ പോകുന്നത്. ഏതായാലും വളരെ ശക്തമായ മത്സരം അമ്പലപ്പുഴയിൽ നടക്കാൻ പോകുന്നുണ്ട്. രാഷ്ട്രീയ കേരളത്തിന്റെ എല്ലാ കണ്ണുകളും കാണുന്നത് അമ്പലപ്പുഴയിലെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ്. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.